ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു സ്റ്റഡി ചിപ്സ്. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 7ാം ക്ലാസ്സിലെ കുട്ടികളുടെ മാത്സിലെ ആൾജിബ്ര എന്നുള്ള പാഠഭാഗമാണല്ലേ, ബീജഗണിതം. അതിൽ ഇത്രയും ഭാഗങ്ങൾ നമ്മൾ 3 ഭാഗങ്ങളായിട്ടില്ലേ, 3 പാർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് മൾട്ടിപ്പിൾ ആൻഡ് റിമൈൻഡർ എന്നുള്ള പോർഷനാണല്ലേ. മൾട്ടിപ്പിളും അതിൻ്റെ മിച്ചവും അല്ലെ, ഗുണിതവും മിച്ചവും. റിമൈൻഡർ നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ ഹരിക്കുമ്പോൾ കിട്ടുന്ന ലാസ്റ്റ് വരുന്ന റിമൈൻഡറിലെ മിച്ചം, അതും അതിൻ്റെ മൾട്ടിപ്പിളും ഉള്ള അതിൻ്റെ എക്സസൈസ് പ്രോബ്ലത്തിലൂടെ ഇത്രയും പോർഷൻസ് നമുക്ക് കവർ ചെയ്യാം. പേജ് നമ്പർ 176 എക്സസൈസ് പ്രോബ്ലം ചെയ്യുന്നതിന് തൊട്ട് മുന്നായിട്ട് ഒരു ടേബിൾ ഉണ്ട്, ഒരു ബോക്സ് ഉണ്ട്, സെറ്റ് ഓഫ് നമ്പേഴ്സ് നമ്മുടെ 0, 3, 6, 9 ഉള്ള 3ൻ്റെ മൾട്ടിപ്പിൾസ് ആണല്ലേ. റിമൈൻഡർ 0 ഓൺ ഡിവിഷൻ ബൈ 3 അല്ലേ, 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 0 എന്ന 3ൻ്റെ മൾട്ടിപ്പിൾസ് അല്ലേ, 1 3 3 2 3 6 3 9 3ൻ്റെ മൾട്ടിപ്പിൾസ്. അതായത് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് 3ൻ്റെ മൾട്ടിപ്പിൾസിനെ 3 കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 0 ആയിരിക്കില്ലേ, മിച്ചം 0 ആയിരിക്കും. അങ്ങനത്തെ നമ്പേഴ്സിൻ്റെ ആൾജിബ്രിക് ഫോം നമ്മുടെ ബീജഗണിത രൂപം എങ്ങനെയാണ്? 3n എന്നാണ് അല്ലേ, 3ൻ്റെ മൾട്ടിപ്പിൾ അല്ലേ, 3n. n എന്ന് പറഞ്ഞാൽ നാച്ചുറൽ നമ്പേഴ്സ് 0 1 2 3 എന്നുള്ള നമ്പേഴ്സ് അല്ലേ. 3 ഇൻറ്റു ഏതെങ്കിലും അല്ലേ, 3 ഇൻറ്റു 2 ആണ് 6 അല്ലേ, 3 ഇൻറ്റു 3 ആണ് 9 അല്ലേ. അതായത് 3n എന്നാണ് നമ്മൾ ആൾജിബ്രിക് ഫോമില്ലേ. വേരിയബിൾസ് ആക്കില്ലേ, എക്സ് വൈ എൻ സെഡ് ഏതെങ്കിലും ഒരു വേരിയബിൾസ് ഇല്ലേ, ആ വേരിയബിൾസ് ഇവിടെയുള്ള n എന്നുള്ള വേരിയബിൾ ഏതാണ്? 0 1 2 3 എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് നമ്പർ ആവാം അതല്ലേ, നമ്മൾ 3ൻ്റെ മൾട്ടിപ്പിളിനെ 3n എന്ന് എഴുതാം അല്ലേ. നെക്സ്റ്റ് ഈ 3ൻ്റെ മൾട്ടിപ്പിളിനോട് 1 ആഡ് ചെയ്തത് അല്ലേ, 0നോട് 1 ആഡ് ചെയ്തത് 1, 3നോട് 1 ആഡ് ചെയ്തത് 4, 6നോട് 1 കൂട്ടിയത് 7, അങ്ങനെ ഓരോന്ന് ആഡ് ചെയ്തതില്ലേ. 1 ആഡ് ചെയ്യാന്ന് പറഞ്ഞാൽ റിമൈൻഡർ 1 വരും അല്ലേ, 1 ബാക്കി മിച്ചം 1 വരുന്നത് അല്ലേ. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ മിച്ചം 1 വരുന്നതിന് നമുക്ക് 3n + 1 അല്ലേ, ഈ +1 എന്നുള്ളത് റിമൈൻഡർ മിച്ചത്തെയാണ് കാണിക്കുന്നത്. ഈ 3nൻ്റെ മൾട്ടിപ്പിളിൻ്റെ കൂടെ +1 അല്ലേ, റിമൈൻഡർ മിച്ചം 1. ഇനി 2 ആഡ് ചെയ്യുന്ന നമ്പേഴ്സ് അല്ലേ, നമ്മുടെ 3ൻ്റെ ഗുണനം അല്ലേ, മൾട്ടിപ്പിൾസിൻ്റെ കൂടെ 2 ആഡ് ചെയ്തതില്ലേ, 2 കൂട്ടുമ്പോൾ 2, 3ൻ്റെ കൂടെ 2 കൂട്ടുമ്പോൾ 5, 8, 11. അപ്പോൾ ഇതിൻ്റെ റിമൈൻഡർ എന്തായിരിക്കും? 2 ആണല്ലേ. അപ്പോൾ റിമൈൻഡർ 2 എന്നുള്ളതിനെ ആൾജിബ്രിക് ഫോമിൽ ബീജഗണിത രൂപത്തിൽ എങ്ങനെ എഴുതാം? 3n + 2 അല്ലേ, 3nനോട് ഒരു 2 ആഡ് ചെയ്തത്, അതായത് റിമൈൻഡർ ആണ് ഈ 2 അല്ലേ, ഇവിടെ റിമൈൻഡർ 1 അല്ലേ. 3n എന്ന് പറഞ്ഞാൽ 3ൻ്റെ മൾട്ടിപ്പിൾസിനെയാണ് ആൾജിബ്രിക് ഫോമിൽ ഇങ്ങനെയാണ് നമ്മൾ എക്സ്പ്രസ് ചെയ്യാറ്. ഓക്കെ, ഇനി 176 എക്സസൈസ് പ്രോബ്ലംസ് അല്ലേ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ആഡ് എ നമ്പർ ലീവിങ് റിമൈൻഡർ 1 ഓൺ ഡിവിഷൻ ബൈ 3 അല്ലേ. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഹരിക്കുമ്പോൾ റിമൈൻഡർ 1 വരുന്ന ഒരു നമ്പറും ആൻഡ് എ നമ്പർ ലീവിങ് റിമൈൻഡർ 2 ഓൺ ഡിവിഷൻ ബൈ 3 അല്ലേ. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡറിലെ മിച്ചം 2 വരുന്ന ഒരു നമ്പറും ആഡ് ചെയ്യാൻ കൂട്ടാനാണ് പറഞ്ഞത്. എക്സ്പ്ലെയിൻ യൂസിങ് ആൾജിബ്ര ബീജഗണിതം ഉപയോഗിച്ചിട്ട് വിശദീകരിക്കണം. വൈ ദി സം ഓഫ് എനി 2 സച്ച് നമ്പേഴ്സ് ഈസ് ഡിവിസിബിൾ ബൈ 3 അല്ലേ. ഇങ്ങനത്തെ 2 നമ്പേഴ്സിൻ്റെ സമ്മ് എന്തുകൊണ്ടാണ് ഡിവിസിബിൾ ബൈ 3 ആകുന്നത്? അതായത് 3ൻ്റെ മൾട്ടിപ്പിൾ തന്നെ ആകുന്നത്. അതായത് നമ്മൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 1 വരുന്ന ഒരു സംഖ്യയും 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 2 അല്ലേ, മിച്ചം 1ഉം 2 വരുന്ന 3 കൊണ്ട് ഹരിക്കുമ്പോൾ 2 നമ്പേഴ്സ് അല്ലേ, 2 സംഖ്യകളുടെ തുക അല്ലേ, അത് 2 കൂട്ടുമ്പോൾ ആഡ് ചെയ്യുമ്പോൾ എന്തുകൊണ്ടാണ് ആ നമ്പറും ആ കിട്ടുന്ന ഉത്തരവും ഡിവിസിബിൾ ബൈ 3 ആവുന്നത്? 3 കൊണ്ട് നമുക്ക് ഹരിക്കാൻ കഴിയുന്നത് എന്തുകൊണ്ടാണ് എന്ന് നമ്മൾ ആൾജിബ്രിക് ഫോമിൽ ബീജഗണിത രൂപത്തിലാണ് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. ഡിവിഷൻ ബൈ 3 അല്ലേ, 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന നമ്പേഴ്സ്, അതായത് 3n 3ൻ്റെ മൾട്ടിപ്പിൾസ് അല്ലേ, അതായത് n എന്ന് പറയുന്നത് 0 1 2 3 അല്ലേ, അതല്ലേ 3ൻ്റെ മൾട്ടിപ്പിൾസ് എന്ന് പറയുന്നത്. 3 കൊണ്ട് ഏതൊരു സംഖ്യ ഗുണിച്ചാലും 3ൻ്റെ മൾട്ടിപ്പിൾ അല്ലേ. +1 എന്നുള്ളത് റിമൈൻഡർ 1 വരുന്ന നമ്പേഴ്സ്, അതായത് ഇതിനോട് 1 ആഡ് ചെയ്ത നമ്പേഴ്സ് 1 4 7 10 അല്ലേ. ഇനി ഒരു 2 ആഡ് ചെയ്ത നമ്പേഴ്സാണ് ഇത്. അപ്പോൾ 2 ആണ് റിമൈൻഡറിലെ മിച്ചം 2 വരും, അതായത് 3n + 2. അപ്പം മിച്ചം 1 വരുന്ന നമ്പറും മിച്ചം 2 വരുന്ന നമ്പറും ആൾജിബ്രിക് ഫോമിൽ ബീജഗണിത രൂപത്തിൽ ഈ 2 നമ്പേഴ്സാണ് അല്ലേ. അപ്പോൾ ഇത് രണ്ടും ആഡ് ചെയ്യുമ്പോൾ അല്ലേ, കൂട്ടുമ്പോൾ എന്തുകൊണ്ടാണ് ഡിവിസിബിൾ, ആ നമ്പറും ഡിവിസിബിൾ ബൈ 3 ആവുന്നത് എന്തുകൊണ്ടാണെന്നാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. 3n + 1 + 3n + 2 റിമൈൻഡർ 1 വരുന്നത് നമ്മൾ ഏതൊരു നമ്പറും അല്ലേ. ഇനി 4ൻ്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ 4n എന്നതും അല്ലേ, 5ൻ്റെ ആണെങ്കിൽ 5n എന്നതും റിമൈൻഡർ അല്ലേ, നമ്മൾ ലാസ്റ്റ് വരുന്ന മിച്ചത്തെയാണ് നമ്മൾ +1 +2 എന്ന് കാണിക്കേണ്ടത്. അപ്പോൾ ഇവിടെ റിമൈൻഡർ 1 വരുന്നതാണ്, അതാണ് 3n + 1. റിമൈൻഡർ 2 വരുന്ന ഒരു നമ്പർ ആഡ് ചെയ്യാനാണ് പറഞ്ഞത്, അതായത് 3n + 2. നമ്മൾ ആൾജിബ്രിക് ഫോമിലാണില്ല. അപ്പോൾ നമ്പേഴ്സ് തമ്മിൽ ആഡ് ചെയ്തിട്ട് താഴെതുക 1ഉം 2 ആഡ് ചെയ്താൽ 3 + 3n 3n എത്രയാണ്? 6n അല്ലേ. 3 3 കൂട്ടിയാൽ 6 അല്ലേ, 6n 6n + 3 എന്ന് കിട്ടി. 3 2 ആണ് 6 അല്ലേ, 3 2s are 6 ആണ്. അപ്പോൾ ഇവിടെയുണ്ട് 3, ഇവിടെയുണ്ട് 3. അപ്പോൾ 3നെ കോമൺ ആയിട്ട് നമുക്ക് പുറത്തെടുക്കാം. ബ്രാക്കറ്റിൻ്റെ പുറത്തെടുത്താൽ ഇവിടെ എന്തുണ്ടാവും? 3 2 6, 3 പോയാൽ 2n ഉണ്ടാവും അല്ലേ, ബാക്കി 2n ഉണ്ട്. +3 അവിടുന്ന് പോയാൽ ഒരു 1 ഉണ്ടാവും അല്ലേ. ഇവിടുന്ന് 3 പോയാൽ ഇവിടെ ഒരു 1 ബാക്കി ഉണ്ടാവും അല്ലേ. 1 എന്ന് പറഞ്ഞാൽ 1 × 3ഉം 3n അല്ലേ. അപ്പോൾ ഇവിടുന്ന് 3 പോയാന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ്? ഒരു 1 ഉണ്ടാവും. അപ്പോൾ 3 കോമൺ ആയിട്ട് പുറത്തെടുത്താൽ 2n + 1 എന്ന് നമുക്ക് കിട്ടി. അതായത് ഇത് മൾട്ടിപ്പിൾ ഓഫ് 3 അല്ലേ, 3ൻ്റെ മൾട്ടിപ്പിൾ ആണല്ലേ. 3n എന്ന് പറഞ്ഞാൽ 3ൻ്റെ മൾട്ടിപ്പിൾ ആണ്. 3നെ ഏതൊരു 2n + 1 ഏതൊരു നമ്പർ എടുത്ത് നോക്കുക അല്ലേ. n ഇപ്പോൾ 2 ആണെങ്കിൽ 2 × 2 4, 4 + 1 5 അല്ലേ, 3 5 15 അല്ലേ. ഏത് നമ്പറിനെയും നമ്മൾ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അത് 3ൻ്റെ മൾട്ടിപ്പിൾ ആയി അല്ലേ, അതായത് ഡിവിസിബിൾ ബൈ 3 ആയി. 3 കൊണ്ട് നമുക്ക് പൂർണ്ണമായിട്ടില്ലേ, 3ൻ്റെ മൾട്ടിപ്പിൾസ് എല്ലാം 3 കൊണ്ട് നമുക്ക് ഡിവിസിബിൾ ആണ് അല്ലേ, 3 കൊണ്ട് ഹരിക്കാൻ കഴിയുന്നതായിരിക്കും 3ൻ്റെ മൾട്ടിപ്പിൾസ് എല്ലാം അല്ലേ. 3ൻ്റെ മൾട്ടിപ്പിൾസ് നോക്കൂലേ, അത് 3ൻ്റെ ഗുണിതം 1 3 3 2 3 6 3 9 അതൊക്കെ 3/3 നമുക്ക് ഹരിക്കാൻ കഴിയില്ല, പൂർണ്ണമായിട്ട് ഹരിക്കാൻ കഴിയും. 6/3 9/3 ഏതൊരു സംഖ്യയും 3ൻ്റെ മൾട്ടിപ്പിൾസിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് പൂർണ്ണമായിട്ട് ഹരിക്കാൻ കഴിയുന്നുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ ആൾജിബ്രിക് ഫോമിൽ പ്രൂവ് ചെയ്തു ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ദി നമ്പേഴ്സ് 12 23 34 ആർ ഗോട്ട് ബൈ സ്റ്റാർട്ടിങ് വിത്ത് 12 ആൻഡ് ആഡിങ് 11 അഗെയിൻ ആൻഡ് അഗെയിൻ
ഈ നമ്പേഴ്സ് എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? 12ലാണ് 12ലാണല്ലേ തുടങ്ങുന്നത്. ദെൻ 11 ആഡ് ചെയ്തിട്ട് എഗെയിൻ ആൻഡ് എഗെയിൻ അല്ലേ 11 ആഡ് ചെയ്തിട്ടുള്ള നമ്പർ, അതായത് 12നോട് ആഡ് ചെയ്ത് 11 ആഡ് ചെയ്യുമ്പോഴാണ് നെക്സ്റ്റ് 23 കിട്ടിയത്. 23നോട് 11 ആഡ് ചെയ്യുമ്പോഴാണ് നെക്സ്റ്റ് 34 കിട്ടിയത്. അപ്പോൾ 11 ആഡ് ചെയ്തിട്ടുള്ള ഒരു നമ്പേഴ്സാണിത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദി റിമൈൻഡർ ഇഫ് എനി സച്ച് നമ്പർ ഈസ് ഡിവൈഡഡ് ബൈ 11? അല്ലേ, ഇതിൽ ഏതെങ്കിലും ഒരു നമ്പറിനെ 11നോട് ഡിവൈഡ് ചെയ്താൽ അതിൻ്റെ റിമൈൻഡർ എന്തായിരിക്കും? അല്ലേ, അപ്പോൾ ഇങ്ങനത്തെ ഏതൊരു നമ്പറിനെയും 11 കൊണ്ട് ഹരിക്കുമ്പോൾ അതിൻ്റെ റിമൈൻഡർ മിച്ചം എന്തായിരിക്കും? 12നെ 11 കൊണ്ട് 11 കൊണ്ട് ഹരിക്കുമ്പോൾ എത്രയാണ്? 23നെ 11. അപ്പോൾ ഓരോ നമ്പേഴ്സിനെയും നമ്മൾ 11 കൊണ്ട് ഹരിച്ച് നോക്കുക. 12 ഡിവൈഡഡ് ബൈ 11 അല്ലേ, 12ൽ എത്ര 11 ഉണ്ട്? ഒരു 11, ബാക്കി എത്രയാണ്? 12 11 പോയാൽ 2 പോയാൽ 1, റിമൈൻഡർ 1 കിട്ടി അല്ലേ. റിമൈൻഡർ ഇതാണ് മിച്ചം, ഈ ബാക്കി വരുന്നതാണ് റിമൈൻഡർ. 23നെ 11 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അല്ലേ 11 കൊണ്ട് ഹരിക്കുമ്പോൾ ഒരു 11 2 11 22 അല്ലേ, 2 11 22, 3 2 പോയാൽ 1, റിമൈൻഡർ 1 കിട്ടി. വീണ്ടും എഗെയിൻ റിമൈൻഡർ അല്ലേ, മിച്ചം 1 ആണ് കിട്ടുന്നത്. അപ്പോൾ ഇതിനെ നമ്മൾ ആൾജിബ്രിക് ഫോമിൽ നമ്മൾ എക്സ്പ്രസ് ചെയ്യൽ? നമ്മൾ 3n+1 3n+2 എന്നൊക്കെ പറഞ്ഞു അല്ലേ. 3ൻ്റെ മൾട്ടിപ്പിളാണെങ്കിൽ 3n+1 എന്നുള്ളതാണ് റിമൈൻഡർ. അപ്പോൾ ഇവിടെ എത്രയാണ്? ഇവിടെ 2n അല്ലേ, 2 × 11+1 എന്നാണ് ഇതിനെ എഴുതേണ്ടത്. ഇവിടെ 2 × 11+1. നേരത്തെ എത്രയെന്ന് കിട്ടിയിരുന്നത്? 11+1. ഓക്കെ, ഇപ്പോൾ നമുക്ക് 2 × 11+1 റിമൈൻഡർ 1 തന്നെയാണ് കിട്ടുന്നത്. 34നെ 11നോട് ഡിവൈഡ് ചെയ്യുമ്പോഴോ ഒരു 11 2 11 3 11 33 അല്ലേ. എത്ര 11 ഉണ്ട്? 34ൽ എത്ര 11 ഉണ്ട് എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ 3 11 ഉണ്ട്. 3 11s are 33. എഗെയിൻ റിമൈൻഡർ 1 വന്നു അല്ലേ, 4ന്ന് 3 പോയാൽ 1. അപ്പോൾ റിമൈൻഡർ വീണ്ടും വന്നു. ഇതിനെ നമുക്ക് എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം? 3 × 11+1 അല്ലേ, അതായത് ഇവിടെ ഉള്ളത് 3 × 11+1. ഈ റിമൈൻഡറിനെയാണ് നമ്മൾ +1 എന്ന് എഴുതുന്നത്. ഇവിടെയുള്ള കിട്ടുന്ന ഹരണഫലം, നമുക്ക് കിട്ടുന്ന കോഷ്യൻറ്റ് 2 × 11+1 3 × 11+1. ഇതിനെ നമ്മൾ ആൾജിബ്രിക് ഫോമിൽ എഴുതുന്നതാണ്. ഇവിടെയൊക്കെ n എന്താണ്? ഇവിടെ 11 ആണ്. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3n+1 എന്ന് നമ്മൾ എഴുതിയിട്ടുണ്ട് അല്ലേ. ഇവിടെ 11 കൊണ്ടാണ്, 11ൻ്റെ മൾട്ടിപ്പിൾസ് ആണ് അല്ലേ, 11 കൊണ്ടാണ് 11 കൊണ്ടാണ് ഹരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്താണ്? ഇവിടെയൊക്കെ നമ്പേഴ്സ് ആണല്ലേ. അപ്പോൾ 1 2 3 അപ്പോൾ 1 2 3 അല്ലേ, 1 2 3 എന്നുള്ള നമ്പേഴ്സിന് നമുക്ക് n നമ്പേഴ്സ് ആക്കാം അല്ലേ. 1 2 3 4 5 6 7 അതെന്താണ്? നാച്ചുറൽ നമ്പേഴ്സ് അല്ലേ. അതിനെയാണ് നമ്മൾ n എന്ന് എടുക്കുന്നത്. ഇൻറ്റു എന്താണ്? 11+1 ആണ് ഇതിൻ്റെ nth ടേം ആൾജിബ്രിക് ഫോമിൽ നമ്മൾ എഴുതുക. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ, റൈറ്റ് ദി ജനറൽ ആൾജിബ്രിക് ഫോം ഓഫ് ആൾ ദീസ് നമ്പേഴ്സ്. ഈ എല്ലാ നമ്പേഴ്സിൻ്റെയും ജനറൽ ആൾജിബ്രിക് ഫോം ചോദിച്ചിട്ടുണ്ട് അല്ലേ. നമ്മൾ എന്താണ്? ബീജഗണിത രൂപത്തിൽ എഴുതാൻ, അതാണ് ഞാൻ ഇവിടെ കാണിച്ചത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡിവിസിബിൾ ബൈ 11 ആകുമ്പോൾ നമുക്ക് റിമൈൻഡർ മിച്ചം എത്രയാണ് കിട്ടുന്നത്? എല്ലാത്തിൻ്റെ 11 എന്താണ്? റിമൈൻഡർ മിച്ചം 1 ആണ് കിട്ടുന്നത് അല്ലേ. ഈ 3 നമ്പേഴ്സിനെയും നമ്മൾ 11 കൊണ്ട് 11 കൊണ്ട് ഹരിക്കുമ്പോൾ റിമൈൻഡർ എന്താണ്? 1 ആണ് അല്ലേ, മിച്ചം 1 എന്നാണ് കിട്ടുന്നത്. റിമൈൻഡർ ഈസ് 1 ഓൺ ഡിവിഷൻ ബൈ 11 അല്ലേ. 11 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 1 ആണ്, മിച്ചം 1 ആണ് കിട്ടുന്നത് അല്ലേ. അപ്പോൾ ഈ നമ്പേഴ്സിനെ നമുക്ക് അല്ലേ നമ്മൾ എക്സ്പ്രസ് ചെയ്യൽ എങ്ങനെയാണ്? 2 × 11+1 3 × 11+1. അപ്പോൾ 1 2 3 അല്ലേ. നെക്സ്റ്റ് എന്തായിരിക്കും? 4 × 11+1 5 × 11+1 അല്ലേ. ഈ 1 2 3 എന്നുള്ള നമ്പേഴ്സ് എന്താണ്? നാച്ചുറൽ നമ്പേഴ്സിന് നമുക്ക് n ആക്കി എടുക്കാം അല്ലേ. എന്നിട്ട് നമ്മൾ ആൾജിബ്രിക് ഫോമിൽ n എന്ന് പറയാം. ഇൻറ്റു 11 ആണ് ഇവിടെ അല്ലേ, എല്ലാം 11 ആണ് അല്ലേ. ഇൻറ്റു 11+1 റിമൈൻഡേഴ്സ് എല്ലാം 1 ആണ്. അപ്പോൾ ഈ 11ൻ്റെ ഡിവൈഡഡ് ബൈ 11 എന്നുള്ളതിൻ്റെ ആൾജിബ്രിക് ഫോമാണ് ചോദിച്ചല്ലേ. 11 കൊണ്ട് ഹരിക്കുന്നതിൻ്റെ ബീജഗണിത രൂപം n × 11+1 എന്നാണ്. n × 11+1. Next, third question, is 100 among these numbers? വാട്ട് അബൌട്ട് 1000? 100ഉം 1000ഉം ഈ നമ്പേഴ്സിൽ വരുമോ? അപ്പോൾ 100 വരുമോ 1000 വരുമോ? അതായത് 100 വരണമെങ്കിൽ n × 11+1 എന്നുള്ള നമ്മുടെ ഈ ഫോം ആൾജിബ്രിക് ഫോം സാറ്റിസ്ഫൈഡ് ആവണം അല്ലേ. ഈ നമ്പേഴ്സ് ആണോ എന്ന് നമ്മൾ 100നെ 11 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് ഈ ഫോമിലാണോ കിട്ടുന്നത്? അതായത് n × 11+1 അല്ലേ, 2 × 11+1 അല്ലേ. ഇങ്ങനെ റിമൈൻഡർ 1 ആയിട്ടില്ല. ഇതേ ഫോമിൽ എഴുതാൻ കഴിയുന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് 100 ഇതിൽ വരുന്നുണ്ടെന്ന് പറയാം. 1000നെ അങ്ങനെ എഴുതാൻ കഴിയുന്നുണ്ടെങ്കിൽ 1000 ഇതിൽ വരുന്നുണ്ടെങ്കിൽ പറയാം. 100/11 അല്ലേ, 100 ഉണ്ടോ ചെക്ക് ചെയ്യാൻ 11 ഡിവൈഡഡ് ബൈ 11 ആണൊക്കെ ചോദിച്ചതില്ലേ. 11 ആണ് ആഡ് ചെയ്ത് വരുന്നത്. അപ്പോൾ 11 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത്. അപ്പോൾ 11 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 100ലില്ലേ, ഫസ്റ്റ് 1ലില്ല, 10ലില്ലേ 11 ഉണ്ടോ? ഇല്ല, 10 ആണ് ചെറിയ നമ്പർ. അപ്പോൾ 100ൽ എത്ര 11 ഉണ്ട്? 9 11s are 99 അല്ലേ, 99 9s ആണുള്ളത് ഇതിൽ അല്ലേ. 9 × 11 99 അല്ലേ. 9 അപ്പോൾ 100ൽ 9 11 ആണുള്ളത് അല്ലേ. 9 × 11 11 × 9 എന്ന് പറഞ്ഞാൽ എന്താണ്? 1 × 9 9, 1 × 9 9 99. അതായത് 100ൽ എത്ര 11 ആണുള്ളത് അല്ലേ? 99 11 ആണുള്ളത്. ഇത് 100ന്ന് 99 പോയാൽ 1 അല്ലേ, റിമൈൻഡർ 1 എന്ന് കിട്ടി. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 11 × 9 + 1 എന്ന് എഴുതാം. ഇതിൽ കൂടെ അല്ലേ 11 × 9 11 × 9 + 1 നമ്മുടെ റിമൈൻഡർ മിച്ചത്തെ നമ്മൾ +1 ആക്കി എടുക്കുക. അതായത് ഈ നമ്പേഴ്സിലെ നാച്ചുറൽ നമ്പേഴ്സ്
അല്ലേ ഈ നമ്പേഴ്സ് 1 2 3 എന്നുള്ള നാച്ചുറൽ നമ്പേഴ്സിന് നമുക്ക് n ആക്കി എടുക്കാം അല്ലേ 11n+1 എന്ന് എഴുതി കൂടെ അല്ലേ 11n+1 അല്ലേ ഇത് നമ്മുടെ ഈ ഫോം സാറ്റിസ്ഫൈഡ് ആണ്. അപ്പോൾ ഇത് എന്താണ് നമ്മുടെ ഈ നമ്പേഴ്സിലുള്ളതാണ്. അപ്പോൾ 100 ഈ സംഖ്യയിൽ വരുന്നുണ്ട് എന്ന് എഴുതാം അല്ലേ 100 ഈസ് എ ടേം ഓഫ് ദിസ് സീക്വൻസ്. ഈ സീക്വൻസിൽ ഒരു ടേം ആണ് 100 അല്ലേ ഈ സീക്വൻസിൽ 12 23 34 അങ്ങനെ ഈ സീക്വൻസിലുള്ള ഒരു ടേം തന്നെയാണ് 100 അല്ലേ. ഈ ടേംസ് എല്ലാം എന്താണ് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ചെയ്യുന്നുണ്ട്. 11n+1 എന്നുള്ള ഫോമിലാണ് ഈ നമ്പേഴ്സ് എല്ലാം ഉള്ളത്. അതുപോലെ തന്നെയാണ് 100 നമ്മൾ ഡിവൈഡ് ചെയ്തപ്പോൾ ഈ ഫോം സാറ്റിസ്ഫൈഡ് ആവുന്നുണ്ട് അല്ലേ 11n+1 എന്നുള്ളതിൽ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് 100 ഇതിലുള്ള ഒരു ടേമാണ് ഈ സീക്വൻസിലുള്ള ഒരു ടേമാണ് ഇതിലെന്താ ഈ സംഖ്യയിൽ വരുന്നുണ്ട്. നെക്സ്റ്റ് 1000 വരുന്നുണ്ടോ നോക്കാം. 1000നെ 11 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 10ൽ 11 ഇല്ല. നെക്സ്റ്റ് 100ൽ എത്ര 11 ഉണ്ട് 9 ടൈംസ് ഉണ്ട് അല്ലേ 9 11s are 99 അല്ലേ 100 99 പോയാൽ 1 പിന്നെ ഇവിടെ ഒരു 0 ബാക്കിയുണ്ട്. ആ 0 താഴേക്ക് എടുത്ത് എഴുതുക. 10ൽ 11 ഇല്ല അല്ലേ 10ൽ 11 ഇല്ലല്ലോ 10 11നാട്ടും ചെറിയ നമ്പറാണ്. അപ്പോൾ 0 ഇടുക. ഇതിന് 11 × 90 + 10 റിമൈൻഡറിനെയാണ് നമ്മൾ +10 എഴുതുന്നത്. ഇവിടെയുള്ള ഈ നമുക്ക് കിട്ടുന്ന ഉത്തരം അല്ലെ ക്വഷ്യൻറ്റും ഹരണഫലവും നമ്പറും ആയിട്ട് ഇൻറ്റു ചെയ്തിട്ട് +10 അല്ലെ റിമൈൻഡർ മിച്ചം +10 എന്നാക്കിയാണ് എഴുതുന്നത് അല്ലേ 11 × 9 + 1 അല്ലെ 11 × 90 + 10 എന്നാണ് കിട്ടിയത്. അപ്പം നമുക്ക് n എന്താണ് 11n ആണ് +10 ആണ് റിമൈൻഡർ വരുന്നത് +1 അല്ലേ നമ്മുടെ കണ്ടീഷൻ. ഇവിടെ എന്താണ് 11n + 10 എന്നാണ്. ഇറ്റ് ഈസ് നോട്ട് ഈക്വൽ ടു 11n+1 നമുക്കെന്താ 11n+1 അല്ലെ 1 ആണ് റിമൈൻഡർ വരേണ്ടത്. എല്ലാ സംഖ്യകളും റിമൈൻഡർ എന്താണ് 1 ആണ് വരുന്നത്. അപ്പോൾ നമ്മൾ 1000 ഈ ശ്രേണിയിലുള്ളതല്ല. അപ്പോൾ 1000 ഈസ് നോട്ട് എ ടേം ഓൺ ദിസ് സീക്വൻസ്. ഈ സീക്വൻസിൽ ഒരു ടേം അല്ല 1000 അല്ലേ 1000 ഈ സംഖ്യയിൽ വരുന്നില്ല എന്ന് നമുക്ക് എഴുതാം. 11n+1 എന്നുള്ള നമ്മുടെ ഈ ടേം അല്ലേ 11n+1 അല്ലേ 11 × 9 + 1 റിമൈൻഡർ 1 ആണോ എന്ന് ചെക്ക് ചെയ്താൽ മതി അല്ലേ. ഈ ടേം സാറ്റിസ്ഫൈഡ് ആണ്. ഈ ടേമാണ് എല്ലാ കണ്ടീഷൻസിലും ഈ നമ്പേഴ്സ് എല്ലാം നമ്മൾ ചെക്ക് ചെയ്തത് ഈ ടേമിലാണുള്ളത്. അപ്പോൾ ബാക്കിയുള്ള നമ്പേഴ്സ് ഇതിലുള്ളതാണെങ്കിൽ ഈ ടേം സാറ്റിസ്ഫൈ ചെയ്യണം. ഓക്കെ മനസ്സിലായെങ്കിൽ കമൻറ്റ് ബോക്സ് വഴി അറിയിക്കാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് തേർഡ് ക്വസ്റ്റ്യൻ ഇതേപോലെയുള്ള തന്നെ ഇത് നമ്പേഴ്സ് 21 32 43 ആണുള്ളത്. ആർ ഗോട്ട് ബൈ സ്റ്റാർട്ടിങ് വിത്ത് 21ലാണ് തുടങ്ങുന്നത് ആൻഡ് ആഡിങ് 11 അഗെയിൻ ആൻഡ് അഗെയിൻ അല്ലേ 11 ആഡ് ചെയ്തിട്ടാണ്. ഇവിടെ 12ൽ തുടങ്ങിയിട്ടാണ് 11 ആഡ് ചെയ്തത്. ഇവിടെ 21ൽ തുടങ്ങിയിട്ട് 11 ആഡ് ചെയ്തത്. നെക്സ്റ്റ് അതേ സെയിം ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ദി റിമൈൻഡർ ഇഫ് എനി സച്ച് നമ്പർ ഈസ് ഡിവൈഡ് ബൈ 11 കൊണ്ട് 11 കൊണ്ട് ഹരിക്കുമ്പോൾ റിമൈൻഡർ മിച്ചം എന്താണ് വരുന്നത്. റൈറ്റ് ദി ജനറൽ ആൾജിബ്രിക് ഫോം ഓഫ് ദീസ് നമ്പേഴ്സ്. ഈ നമ്പേഴ്സിൻ്റെ ജനറൽ ആൾജിബ്രിക് ഫോം ബീജഗണിത രൂപം എഴുതണം. ദെൻ 1000ഉം 100ഉം ഇതിൽ വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. എല്ലാ നമ്പേഴ്സിനെയും 11 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ മിച്ചം എന്താണെന്നാണ് ചോദിച്ചത്. ഫസ്റ്റ് 21നെ 11 കൊണ്ട് ഹരിക്കുമ്പോൾ ഒരു 11 11 2 11 22 അല്ലല്ലോ ചോദിച്ചത്. ഇവിടെ 21ൽ എത്ര 11 ആണല്ലോ 1 ഉള്ളൂ. നെക്സ്റ്റ് 22ലാണ് 2 11 ഉണ്ട്. 21ൽ ഒരു 11 11 അല്ലേ 2 11 22 ആവും അല്ലേ. 21ലാണ് ചോദിച്ചത്. 2ന്ന് 1 പോയാൽ എത്രയാണ് 1 1ന്ന് 1 പോയാൽ 0. അപ്പോൾ നമുക്ക് റിമൈൻഡർ എന്താണ് 10 കിട്ടിയത് അല്ലേ. അപ്പോൾ 11 × 1 + 10 അല്ലേ നമ്മൾ റിമൈൻഡർ ആണ് +10 എന്ന് എഴുതുന്നത് അല്ലേ. +10 എന്നുള്ളത് എന്താണ് റിമൈൻഡർ മിച്ചം. ബാക്കിയുള്ള നമ്പേഴ്സ് 11 × 1 അല്ലേ മുകളിലുള്ള ഹരണഫലം അല്ലേ അത് ക്വഷ്യൻറ്റിനെ നമ്മൾ 11 × 1 + 10 32നെ 11 കൊണ്ട് ഹരിക്കുമ്പോൾ എത്ര 11 ഉണ്ട് അല്ലേ 2 11 22 അല്ലേ 3 11 ആകുമ്പോൾ 33 ആവും. 33ലല്ലോ 32ൽ എത്ര 11 ഉണ്ട് എന്നാണ് ചോദിച്ചത്. 32ൽ എത്ര 2 11 ഉള്ളൂ. നെക്സ്റ്റ് ഇത് മൈനസ് ചെയ്യാമല്ലേ 2 അടുപ്പിച്ച് വരുമ്പോൾ നമ്മൾ കുറയ്ക്കുകയാണ് വേണ്ടത്. 3 2 പോയാൽ 1 2 2 പോയാൽ 0. എഗെയിൻ നമുക്ക് 10 റിമൈൻഡർ കിട്ടിയത്. അപ്പോൾ നമുക്കിതിനെ 11 × 2 + 10 എന്ന് എഴുതാം അല്ലേ 11 × 2 + 10 റിമൈൻഡർ അല്ലേ 11 × 1 + 10 ഹരിക്കണം 11 അല്ലേ. ഞാനിവിടെ വായിക്കാതെ ഇട്ടേക്കുന്നത് എന്തിനാണ് നിങ്ങൾക്ക് എല്ലാ നമ്പേഴ്സും തമ്മിലുള്ള ആ ഒരു ബന്ധം മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് എന്താണ് ആൾജിബ്രിക് ഫോമിൽ എഴുതണം. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ എഴുതുന്നത്. ഓക്കെ അപ്പോൾ 43ൽ എത്ര 11 ഉണ്ട് അല്ലേ 3 11s are 33 അല്ലേ. അതായത് എത്ര 11 ഉണ്ട് 11 × 3 എത്രയാണ് 1 × 3 3 1 × 3 3 അല്ലേ. ഇനി 44ആണല്ലോ അല്ലേ 11 × 4 എന്താണ് 44 ആണ്. ഇവിടെ 43ലല്ലേ ചോദിച്ചത്. 43ൽ എത്ര 11 ഉണ്ട് 44ആണെങ്കിൽ 4 11s are 44 എന്ന് എഴുതാം. 43ൽ 3 എണ്ണം ഉള്ളൂ. 4ന്ന് 3 പോയാൽ 1 3ന്ന് 3 പോയാൽ 0. എഗെയിൻ 10 റിമൈൻഡർ വന്നു. അതായത് 11 × 3 + 10 11 × 3 + 10 അല്ലേ 11 × 3 + 10 റിമൈൻഡർ എല്ലാത്തിൻ്റെത് 10 ഈ ശ്രേണിയതിൽ ഈ സീക്വൻസ് ഈ ശ്രേണിൻ്റെ റിമൈൻഡർ എല്ലാം എന്താണ് 10 കിട്ടുന്നത് അല്ലേ. എല്ലാ റിമൈൻഡേഴ്സ് എന്താണ് മിച്ചം എന്താണ് എല്ലാത്തിൻ്റെതും 10 കിട്ടുന്നത്. റിമൈൻഡർ 10 വെൻ ഡിവിസിബിൾ ബൈ 11 11 കൊണ്ട് ഹരിക്കുമ്പോൾ മിച്ചം 10 കിട്ടുന്നത്. റിമൈൻഡർ 10 കിട്ടുന്നത് എന്നാണ് ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഈ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇതിൻ്റെ ജനറൽ ആൾജിബ്രിക് ഫോം അതായത് നമുക്ക് എന്താണ് എന്നിൻ്റെ ടേമിൽ എക്സിലെ വേരിയബിൾസിൻ്റെ ടേംസിൽ എഴുതുന്നതിനാണ് ആൾജിബ്രിക് ഫോം ബീജഗണിതം എന്ന് പറയുന്നത്. നേരത്തെ അതേപോലെ തന്നെ നമ്പേഴ്സ് ഇവിടെ 1 2 3 എന്നുള്ളതൊക്കെ എന്താണ് നാച്ചുറൽ നമ്പേഴ്സ്. അതിനെ നമുക്ക് n എന്ന് എടുക്കാം അല്ലേ. അടുത്തത് ഇവിടെ 4 വരും അല്ലേ 11 × 4 + 10 വരും 11 × 5 + 10. അപ്പോൾ 1 2 3 എന്നുള്ള നമ്പേഴ്സിനെ നമുക്ക് n ആക്കി എടുക്കാം. അതായത് 11 × n + 10 എന്നല്ലേ ഇതിൻ്റെ ജനറൽ ആയിട്ടുള്ള ആൾജിബ്രിക് ഫോം.
അല്ലേ? അപ്പോൾ ജനറൽ ആൾജിബ്രിക് ഫോം, ജനറൽ ആയിട്ടുള്ള ബീജഗണിത രൂപം 11n+10 അല്ലേ? 11n+10 11 × 1+10 അല്ലേ? ഇവിടെ എന്നിൻ്റെ സ്ഥാനത്ത് നമ്മൾ 1 2 3 എന്ന് കൊടുക്കാം അല്ലേ? 11 × 2+10 ഇത് 11 × ഇവിടെ 3 കൊടുക്കുമ്പോൾ 11 × 3+10 ഇത് അല്ലേ? നെക്സ്റ്റ് 11 × 4+10 അല്ലേ? അപ്പോൾ ആ നമ്പേഴ്സിൻ്റെ പകരം നമ്മൾ n എന്ന് കൊടുക്കും. നെക്സ്റ്റ് ഈസ് 100 എമോങ് ദീസ് നമ്പേഴ്സ് വാട്ട് അബൌട്ട് 1000 1000ഉം 100ഉം ഈ നമ്പേഴ്സിൽ വരുന്നുണ്ടോ? ഈ നമ്പേഴ്സിൽ വരുന്നതിൻ്റെ കണ്ടീഷൻ എന്താണ്? എല്ലാത്തിനും റിമൈൻഡർ നമുക്ക് എന്താണ് 10 ആണ് കിട്ടുന്നത് അല്ലേ? 11n+10 ആ ഒരു ഫോമിലുള്ളതായിരിക്കണം. അതായത് നമുക്ക് റിമൈൻഡർ മിച്ചം എന്തായിരിക്കണം? 10 കിട്ടണം. 100ൽ എത്ര 11 ഉണ്ട് അല്ലേ? 10ൽ 11 ഇല്ല, 10 ചെറിയ നമ്പറാണ്. 10ൽ 11 ഇല്ലല്ലോ. അപ്പോൾ 100ൽ എത്ര 11 ഉണ്ട് അല്ലേ? 9 11s are 99. 11 × 9 എത്രയാണ്? 1 × 9 9, 1 × 9 9 99. 100ൽ എത്ര 11 ഉണ്ട്? 9 തവണ 11 ഉണ്ട്. അപ്പോൾ 9 11s are 99. അപ്പോൾ 100ന്ന് 99 പോയാൽ 1 അല്ലേ? മിച്ചം നമുക്ക് 1 ആണ് കിട്ടിയത്. അപ്പോൾ നമുക്ക് ഇതിനെ എങ്ങനെ ചെയ്താൽ 11 × 9 + 1 അല്ലേ? റിമൈൻഡർ എന്താണ്? 1 ആണ് കിട്ടിയത് അല്ലേ? ഇതെന്തിനോട് ഈക്വൽ ആണോ? അല്ലേ? നോട്ട് ഈക്വൽ ടു 11n+10. റിമൈൻഡർ 10 അല്ല, 11n+10നോട് ഈക്വൽ അല്ല. ഇത് 11n+1 ആണ്. 11n+10 അല്ല റിമൈൻഡർ വരുന്നത്. ഇതിൻ്റെ ആൾജിബ്രിക് ഫോം 11n+10 ആണ്. നേരത്തെ 11n+1 ആയിരുന്നു. അപ്പോൾ ഓരോന്നിൻ്റെതും ഓരോന്ന് ചെക്ക് ചെയ്യണം അല്ലേ? ഓരോ ക്വസ്റ്റ്യൻ അനുസരിച്ച് വേണം നമ്മൾ ചെക്ക് ചെയ്യാൻ. എല്ലാത്തിൻ്റെതും 11n+1 ആയിരിക്കില്ല. 1000 ഡിവൈഡഡ് ബൈ 11. 1000ൽ എത്ര 11 ഉണ്ട് അല്ലേ? 100ൽ ഫസ്റ്റ് 100ൽ എത്ര 11 ഉണ്ട്? 10ൽ 11 ഇല്ല. അപ്പോൾ നെക്സ്റ്റ് 100ൽ എത്ര 11 ഉണ്ട്? 9 ടൈംസ് ഉണ്ട് അല്ലേ? 9 11 99. 100ന്ന് 99 പോയാൽ 1. ഇവിടെയുള്ള ഈ താഴെ അല്ലേ? ഇവിടെയുള്ള ഈ 0 ഇറക്കിയത് 1ൽ 11 ഇല്ല. അപ്പോൾ ഈ 0 ഇറക്കിയതുമ്പോൾ നെക്സ്റ്റ് 10ൽ എത്ര 11 ഉണ്ട്? 11 ഇല്ല, ഇല്ലല്ലോ. അപ്പോൾ 0 90 അല്ലേ? അപ്പോൾ ഇതിനെ നമുക്ക് 11 × 90 + 10 എന്ന് എഴുതാം അല്ലേ? n എന്ന് പറഞ്ഞാൽ എന്താണ്? എവറി നാച്ചുറൽ നമ്പേഴ്സിലെ 0 1 2 3 5 6 ഏത് നമ്പർ ആവാം അല്ലേ? 90 ഒക്കെ n ആണ് അല്ലേ? 11 × n + 10 അല്ലേ? ഇതിന് 11n+10 എന്ന് എഴുതി കൂടെ ഈ നമ്പേഴ്സിനെ n ആക്കി എടുക്കുക. ഈ നമ്പറും n ആണ്. 11n+1 ആണ് റിമൈൻഡർ കിട്ടിയത്. ഇവിടെ 10 ആണ് റിമൈൻഡർ കിട്ടിയത്. അപ്പോൾ ദിസ് ഈസ് ഈക്വൽ ടു 11n+10 അല്ലേ? 1000 ഈ സംഖ്യയിൽ വരുന്നുണ്ട് എന്ന് പറയാം അല്ലേ? 1000 ഈസ് എ ടേം ഓഫ് ദിസ് സീക്വൻസ്. ഈ സീക്വൻസിലെ ഒരു ടേം ആണ് 1000 അല്ലേ? 100 ഈസ് നോട്ട് എ ടേം ഓഫ് ദിസ് സീക്വൻസ്. ഈ സീക്വൻസിലെ ഒരു ടേം അല്ല, 100 ടേം അല്ല, ഇതിന് ഈക്വൽ അല്ല അല്ലേ? 1000 ഈ സംഖ്യയിൽ വരുന്നുണ്ട് അല്ലേ? ഈ ശ്രേണിയിൽ ഈ നമ്പേഴ്സിൽ വരുന്നുണ്ട് 1000 അല്ലേ? ഈ നമ്പേഴ്സിൻ്റെ അതേപോലത്തെ കണ്ടീഷൻ 11n+10 എന്നുള്ള കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആകുന്നത് ഏതിലാണ്? 1000ലാണ്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായവർ കമൻറ്റ് ബോക്സ് വഴി അറിയിക്കാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നമ്മൾ ക്വസ്റ്റ്യൻ ആദ്യം നോക്കുക അല്ലേ? ഇവിടുത്തെ ക്വസ്റ്റ്യൻ 11 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത്. 11 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമ്മുടെ ഈ nth ടേം നമ്മുടെ എന്ത് ആൾജിബ്രിക് ഫോം നമ്മൾ ആദ്യം കണ്ടുപിടിക്കുക അല്ലേ? അതായത് ആൾജിബ്രിക് ഫോം 11n+1 അല്ലേ? ഇതിൻ്റെ ആൾജിബ്രിക് ഫോം അല്ലേ? ഇതിൻ്റെത് 11n+10 ആണല്ലേ? ഈ റിമൈൻഡർ ലാസ്റ്റ് എഴുതുക അല്ലേ? ഇവിടെ ഉള്ള 2 ഇൻഡ് ചെയ്തിട്ട് ഇവിടെ എഴുതുക. നമ്പേഴ്സിനെ നമ്മൾ n എന്ന് കൊടുക്കുക. അപ്പോൾ ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ എല്ലാ നമ്പേഴ്സിനും ഏത് നമ്പേഴ്സ് ചോദിച്ചാലും 50 3000 150 ഏത് ചോദിച്ചാൽ 11 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ചെയ്യുന്നുണ്ടോ നോക്കുക. 176ലുള്ള എല്ലാ പ്രോബ്ലംസും നമ്മൾ ചെയ്തു. ഉള്ള നെക്സ്റ്റ് ഭാഗം അടുത്ത പാർട്ടിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്. വീഡിയോ ഉപകാരപ്രദമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.